എന്നിട്ട് ഇപ്പം ഞാൻ മുഖം ഒന്ന് കഴുകി കാണിച്ചു തരാം. ഇതിപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് ഈ ഒരു പായ്ക്ക്. ഇതിൻ്റെ പായ്ക്ക് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിലിട്ട് കാണിക്കാം. ആദ്യം നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണുക. എത്രത്തോളം എൻ്റെ ഫേസിൽ ഒരു ബ്രൈറ്റനിങ്ങും ഒരു ഗ്ലോയും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ നേരിട്ട് തന്നെ കാണുക. എന്നിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാവേ. ആദ്യം ഞാനിതൊന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ എല്ലാവർക്കും ഈ റിസൾട്ട് കണ്ട് ഞെട്ടാ റെഡിയാണോ എന്ന് തന്നെ ചോദിക്കാം. റിസൾട്ട് കണ്ട് ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഫേസ് ചെയ്യാനിപ്പോൾ ഒന്ന് കഴുകി കാണിച്ചു തരാവേ. റിസൾട്ട് നിങ്ങൾ നേരിട്ട് തന്നെ കാണുക. കണ്ട എത്രത്തോളം ആ ഒരു പായ്ക്ക് ഇട്ട് എൻ്റെ ഫേസ് കഴുകിയപ്പോൾ എത്രത്തോളം ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ എന്ത് പായ്ക്കാണ് ഞാൻ ഇട്ടത് എന്നുള്ളത് എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പം നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഇതൊരു ഫേഷ്യൽ വീഡിയോ ആണ്. ഒരു 4 സ്റ്റെപ്പിൽ ഒരു ഫേഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിനെ എത്രത്തോളം വൃത്തിയാക്കിയെടുക്കാം, എത്രത്തോളം ഒരു ഗ്ലോ ആക്കിയെടുക്കാം എന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അത് വലിയ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള തൈര്, പഞ്ചസാര, പിന്നെ ഒരു തക്കാളി വേണം. പിന്നെ നമുക്ക് വേണമെന്ന് മാർക്കറ്റിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടിയുടെ പൗഡർ വേണം കേട്ടോ. അതല്ല അത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലപ്പൊടി എടുക്കാം, പിന്നെ അരിപ്പൊടി എടുക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും കോഫി പൗഡർ എടുക്കാം കേട്ടോ. ഒരു പായ്ക്ക് റെഡിയാക്കാൻ ഞാനിവിടെ മുൾത്താനിമിട്ടിയുടെ പൗഡറാണ് എടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലെൻസിങ്, സ്ക്രബ്ബ്, ഫേസ് മസാജിങ് ക്രീം, ഒരു പായ്ക്ക്, ഇത് 4 ഉപയോഗിച്ച് നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ഫേസിലെ നല്ല ഈ ഒരു ലുക്കിൽ നിന്ന് മറ്റൊരു ലുക്കിലോട്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഫേഷ്യൽ എന്ന് തന്നെ പറയും. ഈ ഒരു ചുട്ടുപൊള്ളുന്ന ഈ ഒരു സമയത്ത് നമുക്ക് തൈര് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് തണുപ്പും നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യിക്കുന്നതും നല്ലൊരു ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്ന ഒരു സാധനമാണ് നമ്മുടെ തൈരെന്ന് പറയുന്നത്. ആ തൈര് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ഫേഷ്യൽ. നമുക്കിപ്പോൾ ഇത്രയും വലിയ ചൂട് കാലത്തൊക്കെ നമുക്ക് എന്തായാലും പുറത്ത് പോകാൻ തന്നെ പറ്റുന്നില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ഒരു ഈവനിങ് ടൈമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യൽ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണമെന്ന് വെച്ചാൽ നമ്മുടെ തൈരാണ്. ഞാൻ നല്ലിവിടെ തൈര് എടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല തൈര് എടുക്കുക. തൈരിനകത്ത് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഞാൻ ഫേസ് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു, അതങ്ങനെ ഇരുന്നോട്ടെ, തുടയ്ക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് ആദ്യം എന്ന് വെച്ചാൽ നമുക്കൊരു ബൗളിനകത്തോട്ട് 1 സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ക്ലെൻസിങ്ങിന് നമുക്ക് തൈര് കുറച്ച് മതിയല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ക്ലെൻസിങ് ആണ്. നമ്മളിങ്ങനെ തൈര് നമ്മുടെ ഫേസിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ എന്തായാലും കഴുത്തിലൂടെ ചെയ്യുന്നുണ്ട്. മാല അങ്ങൂരിട്ടെ. ഓക്കെ, അപ്പം ഞാൻ കഴുത്തിലൂടെ ചെയ്ത് കാണിക്കാവേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തൈരിൻ്റെ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ തൈര്. ഞാൻ തൈരിൻ്റെ വേറെ ഫേഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം റീച്ചായ ഒരു വീഡിയോ ആണ് അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ തൈര് മാത്രം ഇങ്ങനെ നമ്മുടെ കഴുത്തിൽ മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കഴുത്തിൽ അത്യാവശ്യം മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ 2 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകിൽ ഫേസ് കഴുകാം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തുണി ഒന്ന് നനച്ചിട്ട് തുടയ്ക്കാൻ പോവാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് തുടച്ച് മാറ്റാൻ പോവാണേ. തുടയ്ക്കാൻ പോകുന്നത്
അപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള അഴുക്കുകൾ അത്രയും ഒന്ന് കളയാൻ വേണ്ടിയാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. വേണ്ടേ, തൈര് ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. കണ്ടോ, നല്ല വൃത്തിയായിട്ട് നമ്മൾ തൈര് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഫേസിൽ അഴുക്ക് കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ് കേട്ടോ. നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഒരു സ്പൂണ്, ഒരു 2 സ്പൂൺ, ഇത് ചെറിയ സ്പൂണാണ്, അപ്പം ഞാൻ 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനകത്തോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഷുഗറാണ്, നമ്മുടെ പഞ്ചസാരയാണ് ആഡ് ചെയ്യുക. അത് കുറച്ച് മതി കേട്ടോ. അതുകൂടി ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാതെ, എന്നിട്ട് നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്ക്രബാണ് ഇതേ. നമുക്ക് ഈ ഒരു ടൈം വേണമെങ്കിൽ നല്ല തരിയുള്ള അരിപ്പൊടി ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഞാനിപ്പോൾ എന്തായാലും പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനിതൊന്ന് 2 കയ്യിലൂടെ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ ചെറുതായിട്ട് സ്ക്രബ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം അവിടെയൊക്കെ സെൻസിറ്റീവ് സ്കിന്നാണല്ലോ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയാവേ. തൈര് ഇട്ട് നമ്മുടെ മുഖത്ത് ഒന്ന് ചുമ്മാ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം മനസ്സിലാവും. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആകും, നല്ല പോലെ ബ്രൈറ്റനും ആവുക. ഒരു 2 സെക്കൻഡ് ഞാൻ സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നമ്മുടെ ആ ഒരു തൈര് ഉപയോഗിച്ച് നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും കേട്ടോ. നമ്മുടെ സ്ക്രബ് തൈര് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഫേസിൻ്റെ ആ ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതും ഞാൻ കഴുകുന്നില്ല, കാരണം നിങ്ങൾക്ക് കഴുകാം കേട്ടോ. ഞാൻ കഴുകാത്തത് വെച്ച് നിങ്ങളെ ഇങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകാത്തത് കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റ് ഞാൻ ഫേസ് പാക്ക് ഇടുമ്പോൾ എന്തായാലും നമ്മൾ കഴുകണമല്ലോ. വേണ്ടേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ടില്ല. ഞാൻ ആദ്യത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നിരുന്ന ടൈമിൽ അതിനെക്കാട്ടി നല്ലതുപോലെ ബെറ്റർ ആയിട്ടുണ്ട്. ഫേസ് സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പം ക്ലെൻസിങ്ങും സ്ക്രബും കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, സ്കിന്നിൻ്റെ ഇത്രത്തോളം സ്കിന്നിൻ്റെ നല്ല ആ ഒരു സോഫ്റ്റ്നെസ്സും സ്കിന്നിൻ്റെ ആ ഒരു തിളക്കമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് മസാജിങ് ക്രീം റെഡിയാക്കണം. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തൈര്, നമ്മുടെ മെയിൻ ആസ് യൂഷ്വൽ നമ്മുടെ തൈര് അങ്ങോട്ട് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ തക്കാളിയാണ്, തക്കാളിയുടെ പൾപ്പ്. അത് നമുക്ക് സ്പൂണിൻ്റെ തുമ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് സ്പൂണിൻ്റെ തുമ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കുമ്പം ഇതിനകത്തെ ആ ഒരു ജ്യൂസ് നമുക്ക് എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. വേണ്ടേ, കാണാൻ പറ്റുമോ? കാണിച്ചു തരാം. കണ്ടോ, രണ്ടും കൂടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസാജിങ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 10 മിനിറ്റെങ്കിലും നമ്മുടെ ഫേസിൽ വെച്ചേക്കണം. അതായത് ഒരു 5 മിനിറ്റോളം നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഈ മസാജിങ് ക്രീം നമ്മുടെ ഫേസിൽ വെച്ച് നമുക്ക് കഴുകിക്കളയാവേ. കുറഞ്ഞൊരു 5 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ. ആദ്യം
ഇനി നമുക്കൊന്ന് മസാജ് ചെയ്യാം. നല്ല വൃത്തിയായിട്ട് വേണ്ട ഈ ഒരു സർക്കിൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. കണ്ണിൻ്റെ താഴെയും നെറ്റി ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കുറഞ്ഞതൊരു 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മുടെ ആ ഒരു ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുക. ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് കഴുകിക്കളയാം കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ പായ്ക്ക്. ഓക്കെ, നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് കഴുകിക്കളയാവേ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് രണ്ടതൊക്കെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വന്നിരിക്കും. നമുക്ക് ഈ ഒരു സമയം നമുക്കിത് മുഖം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഫേസ് പാക്ക് ഇടുന്ന ടൈമിൽ മാത്രം വാഷ് ചെയ്ത് കാണിക്കാം. ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു തുണി വെച്ചിട്ട് തുടച്ച് കാണിക്കാം. നമ്മുടെ ഫേസിലുണ്ടായ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ 3 സ്റ്റെപ്പ് തൈര് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ 3 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫേസ് എത്രത്തോളം ഗ്ലോ ആയെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ? നമ്മുടെ കഴുത്തിൻ്റെ ഇടയ്ക്ക് ആണെങ്കിലും നമ്മുടെ ഫേസിലാണെങ്കിലും നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ 4th ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ഈ ഫേഷ്യലിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ പാത്രത്തിനകത്തോട്ട് തൈരെടുക്കാം. നമുക്ക് പായ്ക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ കുറച്ച് തക്കാളിയുടെ നീരോട് ഇട്ട് കൊടുക്കുക. തക്കാളിയുടെ നീരൊക്കെ നല്ല സൂപ്പറാണ് നമ്മുടെ ഫേസിന് കേട്ടോ. തക്കാളി മാത്രമായിട്ട് നമ്മുടെ ഫേസിന് ഇങ്ങനെ ചുമ്മാ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എഫക്റ്റ് അറിയാം. അതുപോലെ പഞ്ചസാര ഇട്ട് സ്ക്രബ് ചെയ്യുമ്പോഴും അതിൻ്റെ എഫക്റ്റ് അറിയാം. പിന്നെ ഞാനിവിടെ ഇടാൻ പോകുന്നത് വെച്ചാൽ മുൾത്താണിമിട്ടിയാണ്. മുൾത്താണിമിട്ടിയുടെ പൗഡർ ഞാൻ ആദ്യമേ പറഞ്ഞു. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അരിപ്പൊടി ആണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പം വേണ്ടേ 1 സ്പൂണ് മുൾത്താണിമിട്ടിയുടെ പൗഡറാണ് എടുക്കുന്നത്. അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. നല്ല മണമാട്ടെ ഈ മുൾത്താണിമിട്ടിയുടെ പൗഡർ. ആ ഒരു നല്ല സൂപ്പർ മണമാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി കട്ടയായിട്ട് തോന്നുമേ. കാരണം അപ്പോൾ നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുൾത്താണിമിട്ടി നമ്മുടെ ഫേസിൽ എത്രത്തോളം ബ്രൈറ്റ്നെസ് ഉണ്ടാക്കുമെന്നറിയാം. പിന്നെ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ടൈറ്റ് ചെയ്യും മുൾത്താണിമിട്ടി. അതിനൊരു പ്രത്യേക കഴിവുണ്ട് മുൾത്താണിമിട്ടിക്ക്. നമ്മുടെ ഫേസിനെ പെട്ടെന്ന് ടൈറ്റ് ആക്കും സ്കിന്നിനെ. അപ്പോൾ നമ്മുടെ പായ്ക്ക് ഇതേണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുൾത്താണിമിട്ടി, തൈര്, തക്കാളി. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉണങ്ങുമ്പോൾ, അതായത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, അപ്പോഴത്തേക്കും 20 മിനിറ്റിന് മുമ്പേ ഇത് ഡ്രൈ ആകുവേ. സ്കിന്നിന് പെട്ടെന്ന് മുൾത്താണിമിട്ടി ഡ്രൈ ആകും. അന്നേരം നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവേ. ചൂടുവെള്ളത്തിൽ കഴുകുന്നവർക്ക് അങ്ങനെയും കഴുകാം. അതല്ല സാധാ പച്ചവെള്ളത്തിൽ കഴുകുന്നത് അങ്ങനെ കഴുകാം. ഞാൻ സാധാ പച്ചവെള്ളത്തിലാണ് കഴുകുന്നത്. നല്ല സൂപ്പർ ഒരു ഫേഷ്യലാണ്. നിങ്ങൾ വീട്ടിലിപ്പം നമ്മൾ എന്തായാലും നമ്മൾ ഒരുപാട് പുറത്ത് പോകാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. അതല്ല പാർലറിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ പോയി ചെയ്യാം. ഇത് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ വേണ്ടിയുള്ളവർക്ക് മാത്രം പറഞ്ഞൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഈ കുഞ്ഞു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നല്ലതാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. എങ്കിലും നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്കത് തിരുത്തി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞു, നമ്മുടെ ഫേഷ്യൽ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് കഴുകി കാണാം. ഇതുകൊണ്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫേസ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ റൂമിലിരുന്നായിരുന്നു വീഡിയോ എടുത്തത്. ഇപ്പം ഞാൻ കിച്ചണിൽ അടുക്കളോട്ട് വന്നു, കാരണം നിങ്ങളെ വാഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. റൂമിലാകുമ്പോൾ പിന്നെ നമ്മൾ ബാത്റൂമിൽ കയറി വേണം കഴുകാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കഴുകുന്നുണ്ട്, നല്ലതുപോലെ കാണിച്ചു തരാം നിങ്ങളെ. നമ്മൾ ആദ്യം തന്നെ ഒന്ന് മസാജ് ചെയ്ത് വെറ്റാക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാവേ. നല്ല സൂപ്പർ റിസൾട്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു ഫേസ് കഴുകിയപ്പം. നല്ല റിസൾട്ടാണ്. അപ്പോൾ തൈരിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ മുൾത്താണിമിട്ടി, നമ്മുടെ തക്കാളി ജ്യൂസ്, ഇതെല്ലാം നമ്മുടെ ഫേസിൽ നല്ല നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിനെ ഗ്ലോ ചെയ്യിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ നോക്കണം, ഞാൻ മുഖം കഴുകുമ്പോൾ എൻ്റെ ഫേസിലുണ്ടാകുന്ന ഒരു മാറ്റം. നമ്മൾ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല കേട്ടോ. കിച്ചണിലാണെങ്കിലും ലൈറ്റ് ഇട്ടിട്ടില്ല, റൂമിലാണെങ്കിലും ലൈറ്റ് ഇട്ടിട്ടില്ല, കാരണം പകലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അത്യാവശ്യം എൻ്റെ ഈ കുഞ്ഞു ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ തൈര് വെച്ചിട്ടുള്ള ഫേഷ്യൽ വീഡിയോ ഞാൻ വേറെയും ചെയ്തിട്ടുണ്ട്. നല്ല റീച്ച് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതും എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ കുഞ്ഞു ചാനലിനെ ഒരു വലിയ ചാനലാക്കി കൈത്തരണം എന്ന് എല്ലാവരോടും പറയുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും എല്ലാവരോടും പറയുവാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് പോകുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു ചേഞ്ചസാണ് ഫേസിൽ വന്നിട്ടുള്ളത്. ഈ ചൂട് കാലത്ത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ, വലിയ ചിലവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഒരു ഫേഷ്യലാണ്. 4 സ്റ്റെപ്പിൽ അവസാനിക്കുന്ന നല്ലൊരു ഫേഷ്യൽ, അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തൊരു ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ഗ്ലോയും നമ്മുടെ സ്കിന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ.